മാർച്ച് 19 തിയേറ്ററുകളിലെത്തിയ സിനിമയാണല്ലോ ജയസൂര്യ നായകനായ ആട് 3 എന്ന സിനിമ. വമ്പൻ റെസ്പോൺസുകൾ നേടിയ ഈ സിനിമ മൂന്നാം ദിവസവും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലാണ് മുന്നേറുന്നത്. നല്ല രീതിയിൽ ബോക്സ് ഓഫീസിൽ കിട്ടും. അതുപോലെ തന്നെ ജയസൂര്യയുടെ ഈ ചിത്രം 100 കോടി അടിക്കുമോ എന്നൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ആട് 3 എന്ന സിനിമയുടെ കൃത്യമായ കളക്ഷൻ വിവരങ്ങൾ അറിയാൻ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഭൂലോകം വെല്ലാനായി പോരണ സുൽത്താൻ, ഈ അംഗത്തിൽ തങ്കം പോൽ മിന്നുമൊരേ മാൻ. ആദ്യം തന്നെ ഈ സിനിമ 100 കോടി നേടുമോ ഇല്ലയോ എന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിനൊരു സംസാരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. 100 കോടി നേടുമെന്നത് കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 100 കോടി നേടിയിരിക്കും. പക്ഷെ നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഇത് ഇൻഡസ്ട്രി ഹിറ്റ് ആകുമോ എന്ന് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നത് വിഷയമാണ്. 100 കോടി എന്തായാലും ആകും. അതിനെക്കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇൻഡസ്ട്രി ഹിറ്റ് ആകുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അത് നമുക്ക് വരുന്നുള്ള ദിവസങ്ങളിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഈ സിനിമയുടെ 3 ദിവസത്തെ കളക്ഷൻ എത്രയായിരിക്കുമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നും ബുക്ക് മൈ ഷോയിൽ നല്ല രീതിയിൽ പമ്പിച്ച ടിക്കറ്റുകളാണ് വിറ്റ് പോയിക്കൊണ്ട് നിൽക്കുന്നത്. ചുട്ടപ്പം പോലെ തന്നെയാണ് ടിക്കറ്റുകൾ വിറ്റ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ 3-ാം ദിവസം ഒരു 50 കോടി ചിത്രം നേടാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. അപ്പോൾ 3-ാമത്തെ ദിവസം 50 കോടിക്ക് മുകളിൽ കളക്ഷൻ വരാനാണ് നല്ല രീതിയിൽ ചാൻസ് ഉള്ളത്. അപ്പോൾ വേഗത്തിൽ തന്നെ ഒരു 50 കോടി നേടുന്ന ഒരു ജയസൂര്യ ചിത്രമായിട്ട് മാറും. അതുപോലെ തന്നെ ജയസൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ കളക്ഷനായിട്ട് ഈ സിനിമ മാറുകയും ചെയ്യും. അപ്പോൾ ഈ ആട് 3 എന്ന സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ എന്തായാലും ബൈ.